ഞാൻ മാറൂല. ഞാൻ ഇവിടെ നിൽക്കില്ലെന്ന്. വേണം, നിക്കണം. അമ്മാവന് എവിടെ പോണം അമ്മാവാ? എന്റെ വീട്ടിലേക്ക്. എന്തിന്? ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കണേ? അല്ല, ആരെങ്കിലും എന്തേലും വിടുവായത്തരം പറയുന്നുണ്ട്. അമ്മാവ് ഇതും വാരി കിട്ടിയത് എവിടെ പോണേ? ആരെങ്കിലും എന്തെങ്കിലോ? നിന്റെ അളിയനല്ലടാ പറഞ്ഞു. ഞാൻ കേറി വന്ന അലവലാതിയാണെന്ന് അല്ലേ? അയാളുടെ സ്വഭാവം. എങ്ങനെ ക്ഷമിക്കണേ? ഒന്നുമില്ലാണ്ട് വലിഞ്ഞേറി വന്നോന്നല്ല ഞാൻ. നിങ്ങളെ നമ്പിയിട്ടല്ലേ, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ വന്ന്. മറുപടി പറയും. അല്ല, അയാള് പറഞ്ഞതും പറഞ്ഞു ഇത് എനിക്കിവിടെ അവകാശപ്പെട്ട വീടല്ലേ അമ്മാവ? എടാ, വീട് അവകാശപ്പെട്ടാണ് ശരിയാ. അതിന് വേണ്ടിയിട്ട് 10-15 ദിവസമായില്ല ഇവിടെ വന്നിക്കണു. അയാൾ പറഞ്ഞത് ശരിയല്ലേ? 10 പൈസ കുടുംബത്തൊരു ചെലവിന് നീ കൊടുത്തിട്ടുണ്ട് ഇതുവരെ. അയാളുടെ ഓസിയല്ലേ ഞണ്ണി കൂട്ടിയിരുന്നത്? അതമ്മാവ് ഞാൻ മനഃപൂർവ്വം കൊടുക്കാത്തതാ. ഈ പൈസ നമ്മൾ ചെലവാക്കാതെ അയാൾ മുഴുവൻ ചെലവാക്കി വരുമ്പോ അയാൾക്ക് പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോ അങ്ങ് പൊക്കോളം വിടുന്നത്. എത്ര ദിവസമായാലും ശരി, ഓസിക്ക് ഞണ്ണി ശീലായി. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ക്ലീറ്റോ എന്നും നന്നാവും. ക്ലീറ്റോ, ഒരു തരി നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടില്ലേ ഒന്ന് അധ്വാനിച്ച് ഒരു 100 രൂപ കൊണ്ടു തരണോന്ന്? അമ്മാവ പിള്ളേരെ പോലെ ഇതിപ്പോ തിരുവനന്തപുരത്താണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഉണ്ടായിരുന്നു. വരും, കാശ് വരാനുണ്ട്. ഇപ്പൊ അതും പറഞ്ഞു കേൾക്കണില്ല. അല്ല, സത്യമായിട്ട് വരാനുണ്ട് കേട്ടോ. എനിക്ക് ഇച്ചിരി പൈസ വരാനുണ്ട്. അത് സത്യം വരും. എന്ത് കാശ്? അമ്മയുടെ പെൻഷൻ കാശ് വന്നില്ലല്ലോ നമുക്ക്. ദൈവമേ, അമ്മയുടെ പെൻഷൻ കാശ് ഇനി വരൂല്ല ക്ലീറ്റോ. അതെനിക്ക് തരണ്ടാന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടാ പോന്നെ. എന്താണ് നീ ഇതിന് അങ്ങനെയൊക്കെ പറയാൻ പോയ? നമുക്ക് അവകാശപ്പെട്ട പൈസകളെല്ലാം നമുക്ക് അവകാശപ്പെട്ടതോ? അല്ല, നിനക്ക് ക്ലീറ്റോന് നന്നാവാൻ തീരുമാനമുണ്ടോ? എനിക്കത് പറയണം. എന്താണ് അവര് പറയണേൽ എന്ത് തെറ്റുണ്ട് ക്ലീറ്റോ? 1 രൂപ കൊണ്ട് കൊടുത്തിട്ടില്ല. 1 രൂപ ചേച്ചിയുടെ കയ്യിൽ. നായയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞിട്ട് തന്നെ ഇരിക്കും. ഇവണ്ടോ നേരെ ആവണു. അതെ, എനിക്ക് അയാളുടെ ഓസി ഇവിടെ തിന്നിട്ട് ജീവിക്കാൻ പറ്റില്ല. ഞാൻ പോവാ. ക്ലീറ്റോ മറുപടി പറയുന്നു. എനിക്ക് എന്റെ വീട്ടുകാരെ വിളിച്ചിങ്ങനെ നാണം കെടുത്താൻ എനിക്ക് പറ്റില്ല. ക്ലീറ്റോന് പൈസ കൊണ്ട് തരാൻ പറ്റും ഇവിടെ ചെലവിന്? പൈസ ഞാൻ ഒരു ശ്രമം നടത്തിയാ പോരാ. ആരോടാ പറയണത്? അമ്മാവ എങ്ങും പോണ്ട. എന്ത് പോണ്ട? ഞാൻ സമ്പാദിച്ച പൈസ കൊണ്ടൊന്നും ഇവിടെ ചെലവ് കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. നിന്റെ ചെലവിലാണ് ഇവിടെ ജീവിക്കണമെങ്കിൽ ഞാൻ നിൽക്കും. ഇല്ലെങ്കിൽ ഞാൻ എന്റെ പണിയൊക്കെ പോകും. ശരി, അങ്ങനെയാണെങ്കിൽ ആ കാരണം കൊണ്ട് അമ്മാവൻ എങ്ങും പോണ്ട. പൈസ ഉണ്ടായിക്കൊണ്ടേ വരുവുള്ളൂ. ഇനി തീരുമാനിച്ച കാര്യം. ദൈവത്തിനറിയാം നടക്കും. ഞാൻ മനുഷ്യനൊന്ന് കാണും.